ഹായ് ഗൈസ്, ഐശോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 70mi പലരും നമ്മുടെ ചാനലിൽ കയറി പറഞ്ഞായിരുന്നു ഒരു ഡാഷ് ക്യാമറ പിടിപ്പിക്കാനുള്ള ആംബിയറൊന്നും ഞങ്ങൾക്ക് ഇല്ല ചേട്ടാ, അപ്പോൾ ഒന്ന് കാണിച്ചു തന്നതൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ധനേഷ് ഡാഷ് ക്യാമറ മേടിച്ചിട്ടുണ്ട്, 70mi തന്നെയാണ്. അപ്പോൾ നമുക്കതൊന്ന് പിടിപ്പിക്കാൻ നോക്കാം. പുള്ളിയുടെ സ്വിഫ്റ്റാണ് കാറ്, പുതിയ മോഡൽ സ്വിഫ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഊരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ പരിപാടിയിലേക്ക് കിടക്കും. ഇതാണ് നമ്മുടെ GPS മോഡ്യൂള്. ഇതിൻ്റെ ഞാൻ പറഞ്ഞ ടെംപ്ലേറ്റ് ഇതാണ് കേട്ടോ. ടെംപ്ലേറ്റ് വേണമെങ്കിൽ പിടിപ്പിക്കാം, അല്ലെങ്കിൽ പിടിപ്പിക്കണ്ടേ. ഞാൻ പിടിപ്പിച്ചിട്ടില്ല, ഇതിൻ്റെ അകത്താണ് ടെംപ്ലേറ്റ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ GPS മോഡ്യൂള്. ഇത് നമുക്ക് ക്യാമറ ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സൊക്കെ ഇത് പലതവണ ചെയ്തതാണ്, എന്നാലും കൂടെ അൺബോക്സ് ചെയ്യാം. ഇതിപ്പം ഇതിൻ്റെ അകത്തുണ്ട്, ഈ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ അകത്തുണ്ട്. തൽക്കാലത്തേക്ക് നമുക്കിത് വെക്കേണ്ടത് ഡയറക്റ്റ് ചില്ലും പൊട്ടിക്കാം. അതാണ് ക്യാമറ വരുന്നത്. അപ്പം ക്യാമറ എടുക്കുക, ഈ ബാക്കിൽ വരുന്ന നമ്മുടെ GPS മോഡ്യൂളുണ്ട്, അതിനകത്ത് ഇതിങ്ങനെ അങ്ങോട്ട് കുത്തി വയ്ക്കുക. സാധനം സെറ്റായി കണ്ടോ, ഇത്രയുള്ള ഫിറ്റിങ്. ഇനി വരുന്നത് ഇതിൻ്റെ ബോക്സിൻ്റെ അകത്ത് ഇപ്പം ഒരു സെറ്റ് വയർ വരുന്നുണ്ട്. എന്താ ഇന്നത്തെ സംഭവം, ഒരു പ്രൈയിങ് ടൂള് വരുന്നുണ്ട്, ഇത് ആവശ്യം വരും. പിന്നെ വരുന്നതാണ് ഇതിൻ്റെ പവർ അഡാപ്റ്റർ. ഗൈസ്, ഫസ്റ്റിന് നമുക്ക് പവർ അഡാപ്റ്റർ നമുക്ക് പിടിപ്പിക്കാം. ഇതിന് ഇവിടെ തുറക്കുക, കുത്തി വെച്ചേക്കാം. അപ്പോൾ ഇൻസ്റ്റലേഷൻ, പവർ അഡാപ്റ്ററിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മളിത് ഇവിടെയാണ് ക്യാമറ പിടിപ്പിക്കാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ നമ്മൾ ഇതിൽ കൂടെ വന്നിട്ട് വേണം വയർ ഇതിൽ കൂടെ എടുത്തിട്ട് ഈ പോർഷൻ ഊരിയിട്ട് വേണം നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾ ഇതിൻ്റെ ക്യാമറയുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ എൻ്റെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ അതിൽ ലിങ്ക് ചെയ്തേക്കാം. അപ്പം ബാക്കിയുള്ള ക്യാമറയുടെ സെറ്റിങ്സും കാര്യങ്ങളും നിങ്ങളിവിടെ നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഗൈസ്, ഈ സാധനം വളരെ എളുപ്പമാണ്. ഫസ്റ്റ് തന്നെ ഇത് ഡോറിൻ്റെ ബീഡിങ് ഇതിങ്ങനെ വലിച്ചിട്ട് അതൊക്കെ ഊരുക കണ്ടോ. ഇനി ഇതിന് ശേഷം ഇവിടെ ജസ്റ്റ് ഇതിങ്ങനെ വലിച്ച് എടുത്താൽ മതി. ഇത്രേ ഉള്ളൂ എൻ്റെ പരിപാടി. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഇവിടെ പ്രസ് എന്തായാലും പറയാം, ചെറിയ പ്രസ് ലോക്കാണ്. ഈ ലോക്ക് ഊരി എടുക്കാവുന്ന കേസേ ഉള്ളൂ. ഗൈസ്, ഇതാണ് പ്രസ് ലോക്ക്. അതായത് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ലോക്കാവും. ഇത്രേ ഉള്ളൂ, ജസ്റ്റ് 2 ലോക്കേ ഉള്ളൂ. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരും. മെയിനായിട്ട് വരുന്നത് ഈ ബീഡിങ് ഊരുക എന്നുള്ളതാണ്. ഗൈസ്, നമ്മൾ അതിൻ്റെ അഡീസീവ് സ്ട്രിപ്പാണ്, അത് വലിച്ചു ഊരിയെടുക്കുക. ഇപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഫാസ്റ്റ് ടാഗിൻ്റെ ഇതിലേക്കാണ് ഒട്ടിക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലും കൊള്ളൂല, പിന്നെ ഒത്തിരി സേഫായിട്ട് ഇരിക്കുകയും ചെയ്യും. വെച്ചേട്ടാ ധനേഷ്? യെസ്. ഗൈസ്, ഇങ്ങനെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ഫാസ്റ്റ് ടാഗിൻ്റെ പൊക്കത്ത് തന്നെ നമ്മൾ ഇട്ടിച്ചാണ്. 2 ഗുണമുണ്ട്. ഒന്ന്, പൊക്കത്തു നിന്നുള്ള സൺലൈറ്റ് അടിക്കില്ല, പിന്നെ ക്യാമറ പുറത്തുനിന്ന് നോക്കിയാൽ കാണൂല. അപ്പോൾ ഇനി ബാക്കിയുള്ള കണക്ഷൻ നമുക്ക് കൊടുക്കാം. ഒരു കാര്യം ചെയ്യാൻ എല്ലാവരുടെ അടുത്തും പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് ഡ്രൈവർ സൈഡിൽ കൂടെ എടുക്കാം. ഡ്രൈവർ സൈഡിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ സാധനം ചിലപ്പോൾ എങ്ങനെ ഊരിപ്പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പം ഞാൻ ഒരിക്കലും ഡ്രൈവർ സൈഡിൽ കൂടെ എടുക്കാൻ പറയില്ല. ഞാൻ എപ്പോഴും പാസഞ്ചർ സൈഡിൽ കൂടെ വരുള്ളൂ. കാരണം പാസഞ്ചറിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലും ഡ്രൈവറിൻ്റെ ശ്രദ്ധ പോവില്ല. അതായത് ഇപ്പോൾ ഈ വയർ എവിടെയെങ്കിലും തൂക്കിയിട്ടേക്കണത് വിട്ടു പോന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈവറിൻ്റെ ശ്രദ്ധ പോയി കഴിഞ്ഞാൽ പണിയാണ്. പാസഞ്ചർ സൈഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ പ്രശ്നമില്ല. അതുകൊണ്ടാണ് നമ്മൾ പാസഞ്ചർ സൈഡ് എടുക്കുന്നത്. ഈ ടൂള് പ്രൈയിങ് ടൂളാണ്. ഇത് ജസ്റ്റ് വയർ ഇങ്ങനെ വെച്ചിട്ട് കയറ്റി ഉള്ളിലേക്ക് തള്ളി ഇടാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഉണ്ടോ, ഇത് എന്തിൻ്റെ വയറാടോ? എന്തിൻ്റെന്നറിയില്ല.
ഇത് വൃത്തിയേടാക്കുന്നത് വിളിച്ചാണ്. ഇനി നമ്മൾ വീടിന് ഇച്ചിരി കൂടി കൂടാം. കുറേ ഐറ്റംസ് ഉണ്ടല്ലോ ധനേഷേ. പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി. നമ്മൾ വയറൊന്നും മര്യാദയ്ക്ക് വലിക്കാനായിട്ട് ഈ എന്തായാലും പറയുക ഗ്ലൗ ബോക്സ് ഒന്നും ഊരിയിട്ടുണ്ട്. ഗ്ലൗ ബോക്സ് ഊരിൽ വലിയ പാടുള്ള പരിപാടിയല്ല കേട്ടോ. അത് ഞാൻ തിരിച്ചിടുമ്പോഴത്തേക്ക് എങ്ങനെ ഇടണമെന്ന് കാണിച്ചു തരാം. ഇതാണ് ഗ്ലൗ ബോക്സിൻ്റെ അകത്തെ ബാറ്. അതായത് സ്ട്രക്ചറൽ ബാറാണ്. അപ്പോൾ നമുക്കതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചുറ്റി എടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടത് തൂങ്ങി കിടക്കില്ല. ഇതിങ്ങനെയൊന്നും ഇത്ര ഭംഗിക്കൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഒരു എന്താ പറയുക, ഈ വണ്ടിയിൽ ഇരിക്കണവർക്കും ബുദ്ധിമുട്ടുണ്ടാവണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മളിത് ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സ്ട്രാ വന്നേക്കണ വയറാണ്. ഇത് നമ്മൾ എടുത്തിട്ട് നമുക്കിവിടെ സ്ഥലം ഇതിൻ്റെ ബാക്കിൽ സ്ഥലമുണ്ട്. ഇവിടെ അതെടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്കിത് കണ്ടോ ക്ലീനായി. നമ്മുടെ വയറൊന്നും ഇവിടെ കാണാനേ ഇല്ല. നമുക്ക് എന്നിട്ട് ഇതെടുത്തിട്ട് നമ്മുടെ USB എടുത്തിട്ട് ഈ സോക്കറ്റിൽ കുത്തിയാൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് റീഅസംബ്ലിങ് കാണിച്ചു തരാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഗ്ലൗ ബോക്സ് എങ്ങനെ ഊരണേന്ന് കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചിടണം, എന്തായാലും കാണിച്ചു തരാം. എൻ്റെ അടിയിൽ ഇവിടെ എന്താ പറയുക, രണ്ട് കമ്പുമായിരുന്ന സ്ഥലമുണ്ട്. അവിടെ ഈ ട്രാക്ക് ഇവിടെ തിരിച്ച് കയറണം. അപ്പോൾ ഇതാണ് ശരിക്കും ജോയിൻറ്റ്. അപ്പോൾ ഇതിങ്ങനെ തള്ളിക്കയറ്റി കഴിഞ്ഞാൽ ഇത് ജോയിൻ്റായി. ഇനി അതിന് ശേഷം ഈ സാധനം ഒരു സൈഡ് ജസ്റ്റ് ഇങ്ങനെ അമർത്തി ഉള്ളിലേക്ക് ഇടുക. അപ്പോൾ മറ്റേ സൈഡും കയറും. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഫിറ്റിങ്. തിരിച്ചതേപോലെ തന്നെ ഫിറ്റ് ചെയ്തു. ഇനി നമ്മുടെ ഇത് വെറുതെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചായിക്കോളും. ഇത്രേ ഉള്ളൂ പരിപാടി. ഇപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ധനേഷിൻ്റെ ക്യാമറ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. മെമ്മറി കാർഡ് ഇട്ടുണ്ടോ ധനേഷ്? ഇല്ല. അത് ധനേഷ് ഇടും. വേണോ? അവിടെ തന്നെ തിരിച്ചാണോ? മെമ്മറി കാർഡിൻ്റെ പേജ് പടം നമ്മുടെ സൈഡിലേക്ക് കാണും. പ്രശ്നമൊന്നുമില്ല. നഖം വെച്ച് കുത്ത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇത്രയുള്ള ഒരു ഡാഷ് ക്യാമിൻ്റെ ഇൻസ്റ്റലേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ എന്താ പറയുക, മലമറിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പം പലരും ഇതിനു മുമ്പ് ഡാഷ് ക്യാമിൻ്റെ ഇൻസ്റ്റലേഷൻ്റെ വീഡിയോ വെച്ചിട്ട് പറഞ്ഞു എനിക്ക് ഈ വയർ എവിടെയാണ് കുത്തേണ്ടതെന്ന് പറഞ്ഞുകൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് നമ്മളൊരു 5 മിനിറ്റ് എടുത്ത് കാണും എല്ലാം കൂടെ, അത്ര ഇൻസ്റ്റലേഷൻ വന്നുള്ളൂ. അപ്പോൾ പുള്ളിയുടെ ഡാഷ് ക്യാം ഇപ്പോൾ ഓൾറെഡി സെറ്റാണ്, വർക്കിംഗ് ആയിട്ടുണ്ട്. കണ്ടോ?
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, അതായത് ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.